ഇത് ഖുർആനിനെ കുറിച്ചുള്ള ഡോക്ടർ ബ്രയൻ ആർതർ ബ്രൗണിന്റെ സ്റ്റഡിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഡോക്ടർ ബ്രയൻ ആർതർ ബ്രൗൺ ഒരു ക്രിസ്ത്യാനിയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാകുന്നുണ്ടാകില്ല എന്നുള്ള കാര്യം. 7 നിറങ്ങൾ ഏറിയും കുറഞ്ഞുമുള്ള ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതെന്തിന്റെ ചാർട്ടാണെന്ന് മനസ്സിലായോ? ഇന്നത്തെ ഖുർആനിലുള്ള ആയത്തുകൾ എവിടെ നിന്നെല്ലാം എടുത്തിരിക്കുന്നതാണ് എന്നതാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഖുർആൻ അള്ളാന്റെ വെളിപ്പാടാണെന്നാണ് മുഹമ്മദ് തള്ളിയത്. ഇന്നത്തെ മുസ്ലിങ്ങളും തള്ളുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ കാണുന്നത് ഖുർആനിൽ വെളിപ്പാടായി അവതരിപ്പിച്ചിരിക്കുന്ന ആയത്തുകളുണ്ടല്ലോ, അതിൽ പലതും ഖുർആൻ എഴുതപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പല പുസ്തകങ്ങളിലുമുള്ള കാര്യങ്ങളാണ്. വില്യം സെന്റ് ക്ലെയർ ടിസ്ഡേൽ എന്ന് പറയുന്ന പണ്ഡിതൻ, ക്രൈസ്തവ പണ്ഡിതൻ, അത് പണ്ടേ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസിക്കൽ കൃതിയുണ്ട്, ദ ഒറിജിനൽ സോഴ്സ് ഓഫ് ദി ഖുർആൻ എന്ന് പറയും. ആ കൃതി വായിച്ചാൽ അറിയാൻ പറ്റും ഇത് പുറമേ നിന്നുള്ളതാണെന്നുള്ളത്. എന്നാൽ ഖുർആനിലെ ഓരോ സൂറയിലും എത്ര ശതമാനമാണ് മുൻപേ ഉള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വാമൊഴി പാരമ്പര്യങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചിരിക്കുന്നത് എന്ന കാര്യം അത് ആരും പട്ടികയിട്ടിരുന്നില്ല, ലിസ്റ്റ് ചെയ്തിരുന്നില്ല. അത് ചെയ്തത് ഡോക്ടർ ബ്രയൻ ആർതർ ബ്രൗൺ എന്ന ക്രൈസ്തവ പണ്ഡിതനാണ്. 2012 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ 3 ടെസ്റ്റമെന്റ്സ് കംപാനിയൻ, തോറ, ഗോസ്പൽ ആൻഡ് ഖുർആൻ എന്ന കൃതിയിലാണ് അദ്ദേഹം കളർ ചാർട്ടുകളുടെ സഹായത്തോടെ ഈ കാര്യം വിവരിച്ചിരിക്കുന്നത്. ഓരോ സൂറയിലുമുള്ള എത്ര ശതമാനം ആയത്തുകൾ ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് എന്ന് അദ്ദേഹം പട്ടികയിട്ട് തന്നു. നിങ്ങൾ നേരത്തെ കണ്ട കളർ ചാർട്ട് സൂചിപ്പിക്കുന്നത് അതാണ്. ഓരോ കളറും ഖുർആനിന് മുമ്പേ നിലവിലുള്ള ഓരോ പുസ്തകങ്ങളെ അല്ലെങ്കിൽ നാടോടി പാരമ്പര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മഞ്ഞ നിറം സ്വരാഷ്ട്രീയരുടെ സെന്റ് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നീല നിറം ഇസ്രായേലിയരുടെ തോറയെയാണ് സൂചിപ്പിക്കുന്നത്. പിങ്ക് നിറം സുവിശേഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികളുടെ കൈവശമിരിക്കുന്ന പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളെയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പാഷാണ്ഡ ക്രിസ്ത്യാനികൾ AD 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതിയുണ്ടാക്കിയ പുതിയ നിയമ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന സ്യൂഡോ ഗോസ്പലുകളുണ്ട്. അതിൽ നിന്നാണ് മുഹമ്മദ് ഖുർആനിലേക്ക് കോപ്പി അടിച്ചിരിക്കുന്നത്, അല്ലാതെ പുതിയ നിയമത്തിലുള്ള സുവിശേഷങ്ങളിൽ നിന്നല്ല. ഈ സ്യൂഡോ ഗോസ്പലുകളെ കുറിച്ച് പറയുമ്പോൾ ഇവരെപ്പോഴും പറയുന്നതാണ് ഇത് സഭ ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗോസ്പലുകളെ ധാരാളം ഗോസ്പലുകൾ ഉണ്ടായിരുന്നു, യേശുക്രിസ്തു ദൈവമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം ഗോസ്പലുകളുണ്ട്. അപ്പൊ അതെല്ലാം ഈ കത്തോലിക്ക സഭ കത്തിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞിട്ട്, അത് AD 325 നിക്കാ സുനഹദോസിൽ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്ന 4 സുവിശേഷങ്ങൾ മാത്രം എടുത്തു, ബാക്കിയുള്ളതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് ഇവര് കഥ പറയുന്നത്. അത് മനഃപൂർവ്വമുള്ള വഞ്ചനയാണ്, ചതിയാണ്. ഒന്നുകിൽ ചരിത്രം അറിയാത്തതുകൊണ്ട് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമുള്ള ചതിയും വഞ്ചനയുമാണത്. കാരണം ഈ സുവിശേഷങ്ങളൊന്നും ഒരു സഭയെ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല. ഇല്ലാന്ന് മാത്രമല്ല, ഇന്ന് അതിലെ ആ രഹസ്യ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുതിയ നിയമ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഈ സ്യൂഡോ ഗോസ്പൽസിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പരിഭാഷപ്പെടുത്തിയത് കത്തോലിക്ക സഭ തന്നെയാണ്, വേറെ ആരുമല്ല. ഫാദർ ജോസ് മാണിപ്പറമ്പിൽ, ഞങ്ങളുടെ അടുത്താണ് അദ്ദേഹത്തിന്റെ ഓഫീസൊക്കെ, ബിബ്ലിയ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ആളൂര്, ഞങ്ങളുടെ അടുത്താണ്. ഞാൻ അവിടെ പോയിട്ട് അത് ആ പുസ്തകം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് രഹസ്യ സുവിശേഷങ്ങൾ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രഹസ്യ സുവിശേഷങ്ങൾ, ഇതാണ് രഹസ്യ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ജോസ് മാണിപ്പറമ്പിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ജോസ് മാണിപ്പറമ്പിൽ ഇതിന്റെ പഠനവും വ്യാഖ്യാനവും അവരുടെ ബിബ്ലിയ പബ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നു. പരിഭാഷ നടത്തിയത് പ്രൊഫസർ N മൂസാക്കുട്ടിയാണ്. ഇതിന്റെ പ്രസാധകാശീർവാദം മാർ വർക്കി കർദിനാൾ വിധേയത്തിലാണ്. പ്രസാധക അനുമതി ബിഷപ്പ് ജെയിംസ് പഴയാറ്റിലാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക അംഗീകാരത്തോടുകൂടെ, അനുവാദത്തോടുകൂടെ തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ഈ പുസ്തകത്തിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ AD 2-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതപ്പെട്ട, അതായത് അപ്പോസ്തലന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത നൂറ്റാണ്ടിന് 2 തലമുറ കഴിഞ്ഞതിന് ശേഷം എഴുതപ്പെടുന്നതാണത്. അവരാരും സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളൊന്നുമല്ല. അവരുടെ പാഷാണ്ഡ സഭകളെ, അവരുടെ ആ പാഷാണ്ഡ ഉപദേശത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചില ക്രിസ്തുവിനെ ഉണ്ടാക്കുകയാണ്. അവരുടെ ഉപദേശങ്ങൾക്ക് യോജിക്കുന്ന ക്രിസ്തുവിനെ, ബൈബിളിൽ നിന്ന് അന്യമായിരിക്കുന്ന മറ്റൊരു ക്രിസ്തുവിനെ അവരുണ്ടാക്കിയെടുക്കുകയായിരുന്നു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള കഥകൾ, അത് ഓരോരോ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓരോരോ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഥകളെല്ലാം കമ്പൈൽ ചെയ്തിട്ടാണ് ഖുർആനിൽ ഈസാ നബി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ക്രിസ്ത്യാനികളുടെ ഗോസ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ തോറയുടെ കാര്യത്തിലും. തോറ എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞല്ലോ, തോറ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ് ഇസ്രായേലിയരുടെ
തോറ അല്ലെങ്കിൽ നമ്മൾ ക്രൈസ്തവർ പഴയ നിയമം എന്ന് പറയുന്ന ആ പുസ്തകമല്ല. തോറയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, തൽമൂദ്, മിദ്രാഷ്, മിഷ്ന എന്നൊക്കെ ഉള്ളത്. ഇതിൽ നിന്നുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് ഖുർആനിലേക്ക് കോപ്പി അടിച്ചത്. അല്ലാതെ പഴയ നിയമത്തിലുള്ളത് അങ്ങനെ തന്നെ കോപ്പി അടിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഈ മിദ്രാഷും മിഷ്നയിലൊക്കെയുള്ള കുറെ കഥകളുണ്ട്. ഓരോരോ റബ്ബിമാർക്ക് തോന്നുന്ന അവരുടേതായ വ്യാഖ്യാനങ്ങളും കഥകളൊക്കെ ഉണ്ട്. ആ കഥകൾ ഇത് തോറയിലുള്ളതാണെന്ന് വിചാരിച്ച്, യഹൂദന്മാരുടെ തോറയിലുള്ളതാണ്, തൗറാത്തിലുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് മുഹമ്മദ് ആയക്കെടുത്ത് ഖുർആനിൽ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഇത് യഹൂദന്മാർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് ഞാൻ ഇങ്ങനെ നിയമം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. സൂറ 5:32 പറയുന്നതൊക്കെ അത് പഴയ നിയമത്തിലില്ല. അത് അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ റബ്ബിമാര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ സന്റാവസ്ഥയോ തൽമൂദോ മിദ്രാഷും മിഷ്നയും സ്യൂഡോ ഗോസ്പലുകളും മാത്രമല്ല, ബാബിലോണിയൻ ബഹുദൈവ വിശ്വാസങ്ങളും ഹനീഫുകളുടെ വാമൊഴി പാരമ്പര്യങ്ങളും അറേബ്യയിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധകരുടെ വിശ്വാസങ്ങളും ഒക്കെ മുഹമ്മദ് കോപ്പിയടിച്ചിട്ടുണ്ട്. അങ്ങനെ കോപ്പിയടിച്ചുണ്ടാക്കിയാണ് ഖുർആൻ. ഇനി അത് മാത്രമല്ല കേട്ടോ, കോപ്പിയടിക്കാത്ത മൗലികമായ സംഗതികളും ഖുർആനിലുണ്ട്. അതായത് മുഹമ്മദിനോട് പെണ്ണ് കെട്ടാൻ പറയുന്നത്, അമുസ്ലിങ്ങളെ കൊല്ലാനും കൊള്ളയടിക്കാനും പറയുന്നത്, യുദ്ധത്തിൽ അടിമകളായി പിടിക്കപ്പെടുന്ന അമുസ്ലിം സ്ത്രീകളെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്തോളാൻ പറഞ്ഞ മുഹമ്മദിനെ അനുകൂലിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ആയത്തുകൾ, മുഹമ്മദിന്റെ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ആയത്തുകൾ, കൊള്ളമുതലിന്റെ 5-1 മുഹമ്മദിന് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ആയത്ത്, മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഭാര്യമാരെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നതിനെ വിലക്കിക്കൊണ്ട് ഇറങ്ങിയ ആയത്തുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ആയത്തുകൾ. ഇതൊന്നും മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പിയടിക്കാൻ പറ്റാത്ത, കാരണം മറ്റു ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. തികച്ചും മൗലികമായി ഖുർആനിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന, ഖുർആനിൽ മാത്രം കാണപ്പെടുന്ന, മറ്റൊരു ഗ്രന്ഥങ്ങളിലും കാണപ്പെടാത്ത ആയത്തുകൾ അങ്ങനെയുള്ളതുകൊണ്ട് അത്തരം ആയത്തുകൾക്ക് പച്ച നിറമാണ് ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ആ ചാർട്ട് എന്താണെന്നുള്ളത്? അപ്പൊ ഇപ്പൊ ഈ കാര്യം മനസ്സിലായതിനു ശേഷം നിങ്ങൾ ആ ചാർട്ട് ഒന്നുകൂടി കണ്ടോളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഖുർആൻ എന്ന് പറയുന്ന സാധനം ഇത്രയേ ഉള്ളൂ എന്ന്. മുസ്ലിങ്ങൾ എപ്പോഴും വലിയ കാര്യമായി ഓതിക്കൊണ്ട് നടക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, ഇവരുടെ ഒന്നാമത്തെ സൂറ, ഒന്നാമത്തെ അധ്യായം, അതിലെ ഒന്നാമത്തെ ആയത്ത്, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ആയത്ത് മാത്രമേ കോപ്പിയടിക്കാത്തതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സ്വരാഷ്ട്രീയരുടെ സെന്റ് അവസ്ഥയിൽ നിന്ന് കോപ്പിയടിച്ചതാണ്. മനസ്സിലായോ? ഇങ്ങനെ ഖുർആനിലെ ഓരോ അധ്യായത്തിലെയും ഏതൊക്കെ ആയത്തുകൾ ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്ന് കൃത്യമായി പട്ടികയിട്ടത് നിരീശ്വരവാദികളൊന്നും അല്ല, ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും അധ്വാനവും വേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ കഷ്ടപ്പെട്ട് പ്രയത്നിക്കാൻ നിരീശ്വരവാദികളെ കിട്ടൂല. അവർക്ക് വിയർപ്പിന്റെ സൂണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇത് തലച്ചോറ് നന്നായി പ്രവർത്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പുസ്തകങ്ങളെല്ലാം പരിശോധിച്ചു നോക്കണം, ഖുർആനും പരിശോധിക്കണം, അപ്പോൾ തന്നെ ഈ പുസ്തകങ്ങൾ. അപ്പൊ ആ ഭാഷ പഠിക്കണം, സെന്റാവസ്ഥ അല്ലെങ്കിൽ പാർസി ഭാഷ പഠിക്കണം, തോറ പരിശോധിച്ച് നോക്കണമെങ്കിൽ ഹീബ്രു പഠിക്കണം, പുതിയ നിയമ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ അത് ഗ്രീക്കിൽ എഴുതപ്പെട്ടതാണ്, ഗ്രീക്ക് പഠിക്കണം. അങ്ങനെ മറ്റു പല ഭാഷകളിലൊക്കെ എഴുതപ്പെട്ട ഇതൊക്കെ ആ ഭാഷ പഠിക്കണം, ആ പുസ്തകങ്ങൾ പരിശോധിക്കണം. രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിലൊരു വാക്യം കാണുമ്പോൾ ഇത് ഖുർആനിൽ അന്ന് അവിടെ കണ്ടതാണല്ലോ ഞാൻ എന്ന് മനസ്സിലാക്കി ആ വാക്യം എടുത്ത് നോക്കി തട്ടി ചേർത്ത് നോക്കി അപ്പൊ ഇതിൽ നിന്ന് കോപ്പിയാണ്. കാരണം ഖുർആന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണിത്, അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് കോപ്പിയാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് പട്ടികയിടാന്ന് പറയുന്നത് തലച്ചോറ് നന്നായി പ്രവർത്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നിരീശ്വരവാദികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്, തലച്ചോറ് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനെയുള്ളൊരു വർക്ക് ഏറ്റെടുക്കാൻ. ക്രിസ്ത്യാനികൾ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. ക്രിസ്ത്യാനികൾ അത് ചെയ്തു കഴിയുമ്പോൾ നിരീശ്വരവാദികളുടെയും മറ്റ് മുസ്ലിംസിന്റെ ഒക്കെ ഒരു വരവുണ്ട്. എന്തോ അവര് കഷ്ടപ്പെട്ട് ഖുർആനും സ്വരാഷ്ട്രീയരുടെയും മറ്റു മതക്കാരുടെയും ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കി അതിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇതെല്ലാം എന്ന മട്ടിൽ പൊതുജനങ്ങളുടെ മുമ്പാകെ അവർ അവതരിപ്പിക്കുന്നത് കാണണം. അന്തസ്. മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആർക്കും ഏത് പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാം. ഇപ്പൊ എന്റെ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ ധാരാളം ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ചരിത്രത്തിൽ പറയുമ്പോൾ ഞാൻ ചരിത്രകാരനല്ല, ഞാനൊരു പുരാവസ്തു ഗവേഷകനല്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ആധികാരികമായി ആ വിഷയത്തിൽ അറിവുള്ള ആളുകൾ, ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകരോ ചെയ്തിട്ടുള്ള അവരുടെ സ്റ്റഡിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. അത് ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് റെഫറൻസ് തരുന്നുണ്ട്. ഇതെന്റെ അല്ല, അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, അവരുടെ അധ്വാനമാണ്. ഞാനത് നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നതേ ഉള്ളൂ. അതാണ് ആ റെഫറൻസ്. നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കുക എന്നുള്ളത് ഒരു വശം. അതോടൊപ്പം തന്നെ ഞാനത് അവർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവരങ്ങനെയല്ല, ഇവർ ഒരു റെഫറൻസും തരികയല്ല. ഇവരൊക്കെ പറയുന്നത് കേട്ടാ തോന്നുന്നു ഇവര് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതാണ്.